പ്രവർത്തകരെ നമ്മള് ഈ ആശുപത്രിയിൽ ജോലി ചെയ്ത് തുടങ്ങിയിട്ട് വർഷങ്ങളോളമായ ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷെ ഇപ്പോഴത്തെ മാനേജ്മെന്റ് ധാർഷ്ട്യം കലർന്ന ഒരു നിലപാട്, ഒരു മുന്നറിയിപ്പും ഇല്ലാതെ പിരിച്ചുവിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. നമ്മൾ പല പ്രാവശ്യം പല കാര്യങ്ങളും നമ്മളുടേതായ പ്രശ്നങ്ങളെല്ലാം നമ്മളിവിടെ ഉന്നയിക്കുകയും ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തിട്ട് ഒന്നും തന്നെ ഉൾക്കൊള്ളാനായിട്ട് നമ്മുടെ മാനേജ്മെന്റ് തയ്യാറല്ല. ഇപ്പോൾ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളെ ഏകദേശം 50ഓളം പേര് ഒരു മുന്നറിയിപ്പും കൂടാതെ ഇന്നലെ വൈകിട്ടാണ് പിരിച്ചുവിടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇതിനെതിരെ നമ്മൾ ഇവിടുത്തെ ജീവനക്കാർ ഒറ്റക്കെട്ടായിട്ട് നിന്ന് പ്രതിഷേധിക്കാൻ ഇന്ന് തുടങ്ങുകയാണ്. അതിന്റെ ആരംഭമാണ് നമ്മൾ ഇന്ന് തുടങ്ങുന്നത്. ഈ കാണുന്നതെല്ലാം നമ്മുടെ പ്രതിഷേധത്തിന്റെ ആരംഭം മാത്രമാണ്. ഇതിലൊരു പരിഹാരം കണ്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ശക്തമായ പ്രക്ഷോഭങ്ങളിലേക്ക് കടക്കും. അത് ഹോസ്പിറ്റലിൽ മുടക്കിയുള്ള പ്രക്ഷോഭങ്ങളാണെങ്കിൽ അതായാലും ഏത് തരത്തിലുള്ള പ്രക്ഷോഭങ്ങളിലേക്കും കിടക്കാനായിട്ടാണ് UN എന്ന് പറഞ്ഞ സംഘടന എടുത്തിരിക്കുന്ന തീരുമാനം. അപ്പോൾ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് മുന്നേറും. നിങ്ങൾ ഓരോരുത്തർക്കും നമ്മുടെ അവകാശങ്ങൾ നമ്മളൊന്നും തട്ടിപ്പറിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നില്ല. നമ്മളുടേതായ അവകാശങ്ങളും നമ്മുടെ ജോലി സുരക്ഷയും മാത്രമാണ് നമ്മൾ ആവശ്യപ്പെടുന്നുള്ളൂ. പക്ഷെ അതുപോലും തരാനായിട്ട് ചാരിറ്റി ചെയ്യുന്നു എന്ന് അവകാശപ്പെടുന്ന നമ്മുടെ മാനേജ്മെന്റ് തയ്യാറല്ല. കോർപ്പറേറ്റുകളെക്കാൾ മോശമായ രീതിയിലാണ് നമ്മുടെ മാനേജ്മെന്റിന്റെ ഇപ്പോഴത്തെ നിലപാടുകൾ. ഇതിൽ നല്ല രീതിയിലായിരിക്കും കോർപ്പറേറ്റ് ആശുപത്രികളിൽ ഇപ്പോൾ തന്നെ ജീവനക്കാരുടെ ഓരോരുത്തരെയും നമുക്ക് തുച്ഛമായിട്ട് നൽകുന്ന ഫെസ്റ്റിവൽ അലവൻസ്, ചാരിറ്റി എന്ന് പറഞ്ഞ് നമ്മുടെ ബോണസ് എല്ലാം കട്ട് ചെയ്ത് മാനേജ്മെന്റ് ആണ്. 1375 രൂപയാണ് നമുക്ക് ബോണസ് ഫെസ്റ്റിവൽ അലവൻസ് എന്ന പേരിൽ തന്നുകൊണ്ടിരുന്നത്. അതുപോലും നമ്മുടെ മാനേജ്മെന്റ് നമ്മളിൽ നിന്ന് തട്ടിപ്പറിച്ചെടുക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുക എന്നുള്ളതാണ് നമ്മൾ എടുത്തിരിക്കുന്ന നിലപാട്. നമ്മളുടെ ഓരോരുത്തരുടെയും ജോലി സുരക്ഷിതമാക്കിയിട്ട് മാത്രമേ നമ്മൾ ഈ സമര പ്രക്ഷോഭങ്ങളിൽ നിന്ന് പിന്നോട്ട് പോവുള്ളൂ എന്നതാണ് നമ്മളുടെ തീരുമാനം. അതിന് ഓരോരുത്തർക്കും UN-യുടെ ഓരോ സാരഥികൾക്കും എന്റെ എല്ലാവിധ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊള്ളുന്നു. അപ്പോ ശക്തമായ സമരങ്ങളിലേക്ക് നമ്മൾ ഇന്ന് കടക്കുകയാണ്. ഈ സമര പ്രക്ഷോഭങ്ങളെല്ലാം നമ്മൾ ഇന്ന് ആരംഭിച്ച് അതിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനമാണ് നമ്മളിപ്പോ ഇവിടെ നടത്തുന്നത്. അപ്പൊ എല്ലാവർക്കും വിപ്ലവ അഭിവാദ്യങ്ങൾ. ജയ് ജയ് UN. ഞങ്ങളിവിടെ 10 വർഷമായി. അച്ഛൻ ഇവിടെ ഞങ്ങളെ ഇന്റർവ്യൂ ചെയ്താണ് ഇവിടെ എടുത്തത്. അന്ന് ഏജൻസി എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഇവിടെ ഇല്ലായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം 1 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങളെ ഇവിടെ ഒരു മീഡിയേറ്റർ എന്ന വഴിയിൽ ഒരു പൗലോസ് എന്ന് പറയുന്ന ഒരു ചേട്ടന്റെ കീഴിലാണ് ഞങ്ങളിവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഈ 8 വർഷം വരെ ഞങ്ങൾ അവിടെയാണ് വർക്ക് ചെയ്തത്. 2 വർഷത്തിന് മുമ്പാണ് SNC എന്ന് പറയുന്ന ഒരു ഏജൻസിയിലേക്ക് ഞങ്ങളെ വിട്ടത്. അന്ന് ഞങ്ങളെ വിട്ടപ്പോൾ ഇവിടുത്തെ എല്ലാ ആനുകൂല്യങ്ങളോടുകൂടിയാണ് നിങ്ങളെ വിടുന്നതെന്നാണ് പറഞ്ഞത്. ഏത് ഏജൻസി മാറി വന്നാലും ഞങ്ങൾക്ക് ഇവിടെ സ്ഥിരം ജോലി കാണുമെന്നാണ് അന്നിരുന്ന അച്ഛൻ പറഞ്ഞത്. ഇപ്പൊ ഞങ്ങളോട് ഒരു മുന്നറിയിപ്പും ഇല്ലാതെയാണ് ഇന്നലെ ഞങ്ങളെ വൈകുന്നേരം അറിയുന്നത് ഇവിടെ ഞങ്ങൾക്ക് നാളെ തൊട്ട് ജോലിയില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരത്തിലേക്ക് ഇറങ്ങി തിരിച്ചത്. ഞങ്ങള് ഒരു 50ഓളം പേരുടെ ജോലി ബാധിച്ചിട്ടുണ്ട്. അതേ ഒരു 30-32 പേരോളം സ്ത്രീകളാണ്, ബാക്കി ജെന്റ്സുമാണ്. ഞങ്ങളെ 10 വർഷം മുമ്പാണ് ഞങ്ങൾ ഈ ഹോസ്പിറ്റലില് ഇവിടുത്തെ അന്ന് അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന ബൈജു കണ്ണമ്പള്ളി അച്ഛനാണ് ഞങ്ങളെ ഇവിടെ ഇന്റർവ്യൂ ചെയ്ത് കയറ്റിയത്. അപ്പൊ 1 വർഷത്തെ ട്രെയിനി ആയിട്ട് ഹോസ്പിറ്റലിൽ ഞങ്ങൾ എടുത്തു. പിന്നെ പൗലോസ് ഒരു മീഡിയേറ്റർ മാത്രമായിരുന്നു പൗലോസായിട്ട്. ഒരു എക്സ് സർവീസ്മാൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഏജൻസിയാന്ന് പറഞ്ഞു. ആ ചേട്ടന്റെ കീഴില് 8 വർഷത്തോളം ഞങ്ങൾ ജോലി ചെയ്തു. ഹോസ്പിറ്റലിന്റെ ടാഗ് ഞങ്ങൾക്ക് അന്ന് തന്നുകൊണ്ടിരുന്നത്. ഈ 8 വർഷത്തിന് ശേഷം തോമസ് വാളുക്കാരനച്ഛൻ ഇരുന്ന സമയത്താണ് ഞങ്ങളെ ഈ SNC എന്ന യൂണിറ്റ് ഏജൻസിയിലേക്ക് കൈമാറിയത്. അപ്പൊ അച്ഛൻ പറഞ്ഞത് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് തരും, കാലാകാലങ്ങളിൽ ഏജൻസിയെ മാറുള്ളൂ, നിങ്ങൾക്ക് ജോലി ഇവിടെ സ്ഥിരമായിട്ടുണ്ടാവും എന്നാണ് അന്ന് പറഞ്ഞ് ഞങ്ങളെ മാറ്റിയത്. പക്ഷെ കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്കും ഏജൻസി ഞങ്ങളോട് വളരെ മോശമായാണ് അവർ ഞങ്ങളോട് പെരുമാറ്റ രീതിക്ക് മാറ്റങ്ങൾ വന്നുകൊണ്ടിരുന്നു. ഞങ്ങളെ സഹായിക്കാനായിട്ട് ഈ ഹോസ്പിറ്റലിന്റെ പ്രതിനിധികൾ ആരും തയ്യാറായില്ല. അങ്ങനെ ഇരിക്കാനാണ് ഞങ്ങൾ സംഘടനയിലേക്ക് പോവാനും
സംഘടനയെ കൂട്ടുപിടിക്കാനും ഉണ്ടായ സാഹചര്യം. പിന്നെ അതുമല്ല, ഞങ്ങൾക്ക് 8 മണിക്കൂർ ഡ്യൂട്ടി 8 മണിക്ക് കയറി 4 മണി വരെ ആയിരുന്നു ഡ്യൂട്ടി ഉണ്ടായിരുന്നത്. പിന്നെ അത് പല ഷിഫ്റ്റുകളായി. പിന്നെ നൈറ്റ് ഡ്യൂട്ടി ഇല്ല എന്നും പറഞ്ഞ് ഞങ്ങളെ അന്ന് ഡ്യൂട്ടിക്ക് എടുത്തായിരുന്നു. നൈറ്റ് ഡ്യൂട്ടി ആയി. ഈ കുറഞ്ഞ കാലയളവിൽ ഞങ്ങൾക്ക് 12 മണിക്കൂർ ഡ്യൂട്ടി ഇട്ടു. ഞങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ജോലി വേണമെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യണം എന്നാക്കി. അങ്ങനെ ഞങ്ങൾ ഇപ്പൊ നിലവിൽ ഞങ്ങൾ 12 മണിക്കൂർ ഡ്യൂട്ടി ചെയ്യുന്ന വ്യക്തികളാണ്. ഞങ്ങൾക്ക് താല്പര്യം ഇല്ലാണ്ട് പോലും ഞങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ 12 മണിക്കൂർ ഡ്യൂട്ടി ചെയ്യാമെന്നുള്ള തീരുമാനത്തിൽ എത്തിയത്. ഈ മാനേജ്മെന്റും ഞങ്ങളുടെ SNC എന്ന ഏജൻസിയും കൂടി ഒത്തുകളിച്ചാണ് ഓരോ കാര്യങ്ങളെ. മാനേജ്മെന്റിന്റെ അടുത്ത് ചെന്ന് പറയും നിങ്ങളെ SNCക്ക് കൊടുത്തതല്ലേ, അവരാണ് നിങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന് പറയും. SNCയോട് പറയും ഞങ്ങൾക്ക് HRന്ന് കിട്ടിയ റിപ്പോർട്ടാണ്, അതനുസരിച്ച് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയും. ഞങ്ങളെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ കുറഞ്ഞ കാലങ്ങളിൽ 2 മാസമായിട്ട് 1.5 മാസത്തോളമായി ഞങ്ങള് ഈ 12 മണിക്കൂർ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് പല ഷിഫ്റ്റുകളും, അതായത് രാത്രി 3 മണിക്ക് കയറുന്ന ഷിഫ്റ്റ്, 2 മണിക്ക് കയറുന്ന ഷിഫ്റ്റ്, 5 മണിക്ക് കയറുന്ന ഷിഫ്റ്റ്, അങ്ങനെ ഓരോ ഷിഫ്റ്റുകളിട്ട് ഞങ്ങളെ ഈ SNC എന്ന ഏജൻസി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങളും തന്നെ അന്ന് നൈറ്റ് മാത്രം 12 മണിക്കൂർ കയറാന്നുള്ള തീരുമാനം പറഞ്ഞു. അത് പറ്റില്ല, ഡേയിലും കയറണമെന്ന് പറഞ്ഞിട്ട് ഡേയും നൈറ്റും 12 മണിക്കൂർ ഡ്യൂട്ടി ഞങ്ങൾക്ക് ക്യാഷ്വാലിറ്റിയിൽ ഇട്ടതെന്ന് ഞങ്ങള് ഇപ്പൊ അത് തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് ഇന്നലെ വൈകുന്നേരം 4 മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്ത് ഒത്തിരി പേരെ, പുതിയ ഏജൻസിക്കാര് കൊണ്ടുവന്ന വ്യക്തികളാണ് നാളെ തുടങ്ങി നിങ്ങൾക്ക് ജോലിയില്ല എന്ന് പറഞ്ഞ സാഹചര്യത്തിലാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഇപ്പൊ ഈ സമരത്തിന് വേണ്ടി മുന്നോട്ടേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഞങ്ങൾക്ക് ജോലി തിരിച്ചു വേണം. ഞങ്ങൾ ഇന്നലെ അച്ഛനെ കാണാനായിട്ട് പല പ്രാവശ്യം നിന്നപ്പോ അച്ഛൻ പറഞ്ഞ് നിങ്ങൾ ഏജൻസിക്കാരാണ്, അതുകൊണ്ട് കാണാൻ താല്പര്യമില്ല എന്നാണ് പറയുന്നത്. ഏജൻസിക്കാര് പറയും നിങ്ങളെ തന്നത് ഹോസ്പിറ്റലാണ് തീരുമാനിക്കേണ്ടത്, നിങ്ങളുടെ കാര്യമാണെന്ന് പറയും. ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾക്ക് ജോലി ആവശ്യമുണ്ട്. ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കാനും ഞങ്ങൾക്ക് ലോൺ അടയ്ക്കാനും എല്ലാം ഞങ്ങൾക്ക് ജോലി ആവശ്യമാണ്. സംഘടിച്ച ശക്തിയെ മുഷ്ടിയാൽ ചെറുക്കുവാൻ ഒരുങ്ങെടുന്ന വർഗമേ, ന്യൂനകൂടവർഗമേ, നിങ്ങൾക്കെതിരെ തിരിഞ്ഞു കഴിഞ്ഞു. ഹലോ, നമസ്കാരം. എൻ്റെ പേര് സഞ്ജിത് ജോജി. ഞാനിവിടെ 4 വർഷമായിട്ട് LFൽ ജോലി ചെയ്യുന്ന ആളാണ്. ഞങ്ങൾ ജോലി ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ GDA പഠിച്ച കുട്ടികൾ, GDA പഠിക്കാത്ത കുട്ടികൾ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ ജോലി ചെയ്തിരുന്ന ഞങ്ങളുടെ സ്റ്റാഫുകളെല്ലാം സെലക്ട് ചെയ്ത് ഇവിടുത്തെ അച്ഛന്മാർ ഇന്റർവ്യൂ ചെയ്തിട്ടാണ്. അതിനുശേഷം ഞങ്ങൾ കോൺട്രാക്ടർ SNC എന്നൊരു കോൺട്രാക്ടർക്ക് എടുക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഇവിടെ കുറെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായി. 8 മണിക്കൂർ ഡ്യൂട്ടി എന്നുള്ള മിനിമം ആയിട്ടുള്ള ഒരു ജോലി സമയം മാറ്റി 12 മണിക്കൂറൊക്കെ ഒരുപാട് ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലെല്ലാം ഞങ്ങൾ ചേർത്ത് നിന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ജോലി ചെയ്തിരുന്ന ഒരു 50-60 ചേച്ചിമാരുടെ ജോലി, പയ്യന്മാരുടെ ജോലിയെല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പുതിയ ഏജൻസിക്ക് കൈമാറിയപ്പോൾ അവർ പറയുന്ന നിയമവ്യവസ്ഥകളൊന്നും നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. 12 മണിക്കൂർ ഡ്യൂട്ടി, അതും 3 മണിക്കൂർ നിർബന്ധിത ഓറ്റിയാണ് അവർ പറയുന്നത്. ഇതൊന്നും ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. അത് മാത്രമല്ല, പെട്ടെന്ന് ഒരു ദിവസം അവർ വന്നിട്ട് നമ്മുടെ കൂടെയുള്ള എല്ലാ ലേഡീസിനെ, എന്ന് വെച്ചാൽ ഫീമെയിൽ സ്റ്റാഫുകളെല്ലാം ഒഴിവാക്കിയിട്ട് അവര് നമ്മുടെ മെയിൽ സ്റ്റാഫുകളെ മാത്രം, അതായത് 29-25 പേരോ വിരലെണ്ണാവുന്ന ആളുകളെ മാത്രം അവര് വളരെ സീക്രട്ട് ആയിട്ട് വന്ന് എടുത്തുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഒരു മുന്നറിയിപ്പും കൂടാതെ തന്നെ ഒരു ദിവസം കൊണ്ട് ഒരു 8-9 വർഷം വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളുകളുടെ ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ജോലി വളരെ അനിവാര്യമാണ്. ഇവിടെ അത് പ്രതീക്ഷിച്ച് ജീവിക്കുന്ന ഒരുപാട് ചേച്ചിമാരുണ്ട്, ഒരുപാട് കുടുംബങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ ജോലി ഞങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടണം. ഞങ്ങൾക്ക് വേണ്ട ആവശ്യങ്ങൾ, ആനുകൂല്യങ്ങളെല്ലാം നടത്തി തരണമെന്ന് ഞങ്ങൾ പറയുന്നു.